ശരിക്കും നമ്മളെല്ലാവരും ഇപ്പം കുറെ നാളുകളായിട്ട് കണ്ടതാണ് അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് കുറെയൊക്കെ ഐഡിയ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാലും ആദിലയുടെയും നൂറയുടെയും ലൈഫിൽ അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് താങ്കൾ. അപ്പം ശരിക്കും എന്തായിരുന്നു അവരുടെ ലൈഫിൽ സംഭവിച്ചെന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനി അവരങ്ങനെ കരുതുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പോ കഴിഞ്ഞ ഏതോ ഒരു ഇന്റർവ്യൂവിലാണ് ഇത് സംഭവിക്കുന്നത്. അവരെൻ്റെ അടുത്ത് വേറെ എന്തൊക്കെയോ ചോദിക്കാനെന്ന് പറഞ്ഞാൽ വന്നത്. അവസാനം പറഞ്ഞു വന്നപ്പോൾ ഇത് മാത്രമായിപ്പോയി. ഇതെനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് അതിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ ഇത് പറയേണ്ടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അവകാശവാദമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്നു അങ്ങനെയൊന്നുമില്ല. ആസ് യൂഷ്വൽ അവരുടെ ഒരു കണക്ഷൻ നെറ്റ്വർക്കിൽ മേ ബി അവർക്ക് അങ്ങനെ ഒരു പ്രയോറിറ്റി ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ എന്തോ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ പറഞ്ഞുള്ളൂ. അല്ലാതെ നമുക്കങ്ങനെ ഒരു അവകാശവാദം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ആസ് യൂഷ്വൽ ഈ ഒരു ഹോമോസെക്ഷൽസ് ആവുമ്പോൾ എങ്ങനെയാണോ നമ്മളെ സമൂഹം സ്വീകരിക്കാതിരിക്കുന്നത് അത് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ആ ഒരു ഏർലി അഡോപ്റ്റർ ആയതുകൊണ്ട് ഈ ഒരു സംഗതിയിൽ അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് ഇന്റൻസിറ്റി കൂടുതലായിരുന്നു അവർ ഫേസ് ചെയ്തത്. എന്ന് വെച്ചാൽ സപ്പോർട്ട് സിസ്റ്റം വളരെ പൂറായിട്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് അവർ കടന്നു വരുന്നത്. അതായത് ഇപ്പോൾ ഒരു പുതിയൊരു സാധനം വരുമ്പോൾ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്താളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ ഇവർ ഈ സംഗതിയുമായിട്ട് ആദ്യമായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ റിപ്പർക്കഷൻസ് അത് കുറച്ച് കൂടുതലാണ്.